السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين. الصلاة والسلام على رسوله الأمين وعلى آله وصحبه ومن تبعهم بإحسان إلى يوم الدين. أما بعد، أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما. ഏറെ ആദരണീയരായ സത്യവിശ്വാസികളെ, അള്ളാഹുവിൻ്റെ വിധിവിലക്കുകൾ ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും സൂക്ഷിച്ച് ജീവിക്കണമെന്ന് ആമുഖമായി ഉണർത്തുകയാണ്, സ്നേഹത്തിൻ്റെ ഭാഷയിൽ വസിയത്ത് ചെയ്യുകയാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല മുത്തഖീങ്ങളായി ജീവിക്കുവാനും മുത്തഖീങ്ങളായിക്കൊണ്ട് തന്നെ മരണപ്പെടാനുള്ള തൗഫീഖ് നമുക്ക് ഓരോരുത്തർക്കും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. പരിശുദ്ധ മിമ്പറിൽ നിന്നും ഖതീബ് നമ്മോട് ഉണർത്തിയ ഒരു സൂറത്തിനെ കുറിച്ചിട്ടാണ്. വിശുദ്ധ ഖുർആനിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഏറെ പ്രാധാന്യത്തോടു കൂടി പഠിപ്പിച്ച ഒരു സൂറത്ത്. നമുക്കറിയാം, അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ഉമ്മത്തിന് നൽകിയ ഏറ്റവും വലിയ ഒരു അനുഗ്രഹമാണ് വിശുദ്ധ ഖുർആൻ. ഖിയാമത്ത് നാൾ വരെ നിലനിൽക്കുന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് മുഅ്ജിസത്തായി കൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകിയ വിശുദ്ധ ഖുർആൻ ഈ ഉമ്മത്തിന് അല്ലാഹു നൽകിയ ഏറ്റവും വലിയ ഒരു അനുഗ്രഹമാണ്. അതുകൊണ്ട് തന്നെ വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം ആ വിശുദ്ധ ഖുർആനിനെ വളരെ പ്രാധാന്യത്തോടെ കൂടി കാണേണ്ടതുണ്ട്. നമുക്കറിയാം സഹോദരങ്ങളെ, വിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് ധാരാളം കാര്യങ്ങൾ പഠിപ്പിച്ചു നൽകുന്നുണ്ട്. നമ്മുടെ ഹൃദയത്തിനെ സമാധാനമാകുന്ന, അതേപോലെ തന്നെ ഹലാലുകളും ഹറാമുകളും, അള്ളാഹുവിൻ്റെ ദൃഷ്ടാന്തങ്ങൾ, ഇങ്ങനെ തുടങ്ങി വ്യത്യസ്തമായ കാര്യങ്ങൾ വിശുദ്ധ ഖുർആനിലൂടെ അള്ളാഹു നമുക്ക് പഠിപ്പിച്ചു നൽകി. ആ വിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യുമ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മോട് പറഞ്ഞു, വലിയ പ്രതിഫലമാണുള്ളത്. ഒരു ഹർഫ് പാരായണം ചെയ്യുകയാണെങ്കിൽ 10 ഇരട്ടി പ്രതിഫലമാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നൽകുന്നത്. സഹോദരങ്ങളെ, അതുകൊണ്ട് തന്നെ വിശുദ്ധ ഖുർആനിനെ വളരെ പ്രാധാന്യത്തോടു കൂടി നാം കാണേണ്ടതുണ്ട്. സഹോദരങ്ങളെ, ഇന്നത്തെ ഖുതുബയിൽ ഖതീബ് നമ്മോട് ഉണർത്തിയത് സൂറത്തുൽ കഹ്ഫിലെ ചില പാഠങ്ങളെ കുറിച്ചാണ്. നമുക്കറിയാം, വിശുദ്ധ ഖുർആനിൽ 114ഓളം സൂറത്തുകളുണ്ട്. ഈ 114 സൂറത്തുകളിൽ ചില സൂറത്തുകൾക്ക് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പ്രത്യേകമായി ചില പ്രാധാന്യം നമുക്ക് പഠിപ്പിച്ചു നൽകി. സൂറത്തുൽ മുൽക്ക് ഖബർ ശിക്ഷയിൽ നിന്നും നമുക്ക് സംരക്ഷണം നൽകുന്ന സൂറത്താണ് എന്ന് നമ്മെ പഠിപ്പിച്ചു. അതേ കൂട്ടത്തിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഏറെ പ്രാധാന്യത്തിൽ, ഏറെ പ്രതിഫലാർഹമായി നമ്മെ പഠിപ്പിച്ചൊരു സൂറത്താണ് സൂറത്തുൽ കഹ്ഫ്. ഈ സൂറത്തുൽ കഹ്ഫിന്റെ പ്രാധാന്യത്തെക്കുറിച്ച് നാം മനസ്സിലാക്കണം. അതിലേക്ക് പ്രവേശിക്കുന്നതിന് മുമ്പ് ഖതീബ് ഇവിടെ സൂചിപ്പിച്ചിട്ടില്ലെങ്കിലും സൂറത്തുൽ കഹ്ഫ് അവതരിക്കാനുണ്ടായ കാരണത്തെക്കുറിച്ചും അതിന്റെ അവതരണ പശ്ചാത്തലത്തെക്കുറിച്ചും നാം മനസ്സിലാക്കണം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ മക്കയിൽ പ്രബോധനം ചെയ്യുന്ന തുടക്ക കാലഘട്ടത്തിൽ ഖുറൈശികളുടെ, മുശ്രിക്കുകളുടെ നേതാക്കന്മാരായ ഉഖ്ബത്ത് ഇബ്നു അബീ മുഈത്തും നദർ ഇബ്നു ഹാരിസും മദീനയിലെ ജൂത പുരോഹിതന്മാരുടെ അടുക്കലേക്ക് കടന്നു ചെല്ലുകയാണ്. അവരുടെ ഒരു ആഗമന ലക്ഷ്യമെന്നുള്ളത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ സത്യപ്രവാചകനാണോ എന്നുള്ളത് അവർക്ക് കൃത്യമായി കൊണ്ടറിയണം. അതുകൊണ്ട് തന്നെ ജൂത പുരോഹിതന്മാരോടായിക്കൊണ്ട് പറഞ്ഞു, ഞങ്ങളുടെ നാട്ടിൽ ഒരു പ്രവാചകനാണ് എന്ന് പറഞ്ഞ് ഒരു മനുഷ്യൻ കടന്നു വന്നിട്ടുണ്ട്. അദ്ദേഹം സത്യപ്രവാചകനാണ് എന്ന് മനസ്സിലാക്കുവാൻ എന്തടയാളമാണ് നിങ്ങളുടെ കയ്യിലുള്ളത് എന്ന് ചോദിച്ചപ്പോൾ ജൂത പുരോഹിതന്മാർ പറഞ്ഞു, 3 ചോദ്യങ്ങൾ നിങ്ങൾ അദ്ദേഹത്തിനോട് ചോദിക്കുക. ആ 3 ചോദ്യങ്ങൾക്ക് കൃത്യമായ മറുപടി അദ്ദേഹം നൽകുകയാണെങ്കിൽ ഫഇന്നഹു നബിയ്യുൻ മുർസലുൻ, അദ്ദേഹം നിയോഗിക്കപ്പെട്ട പ്രവാചകനാണ്. ഇനി അദ്ദേഹം ആ 3 ചോദ്യങ്ങൾക്ക് ഉത്തരം നൽകിയിട്ടില്ലെങ്കിലോ അദ്ദേഹം കളവ് കെട്ടിച്ചമക്കപ്പെട്ട ഒരു പ്രവാചകനാണ് എന്നാണ്. എന്നിട്ട് ജൂത പുരോഹിതന്മാർ
3 ചോദ്യങ്ങളും പറഞ്ഞു കൊടുത്തു. അസ്ഹാബുൽ കഹ്ഫിനെ കുറിച്ച് നിങ്ങൾ അദ്ദേഹത്തിനോട് ചോദിക്കണം, റൂഹിനെ കുറിച്ച് നിങ്ങൾ ചോദിക്കണം, അതുപോലെ തന്നെ ദുൽഖർനൈനിനെ കുറിച്ചും നിങ്ങൾ ചോദിക്കണം. അവർ നേരെ മക്കയിലേക്ക് മടങ്ങി വന്നു. അവർ മടങ്ങി വരുമ്പോൾ അവർക്ക് വലിയ സന്തോഷമുണ്ടായിരുന്നു. കാരണം ഈ ചോദ്യങ്ങൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കലും മറുപടി പറയില്ല എന്നുള്ള ഒരു ധാരണയായിരുന്നു അവർക്കുണ്ടായിരുന്നത്. മക്കയിലേക്ക് വന്നു. ജനസമക്ഷത്തിൽ വെച്ച് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അവർ ഈ 3 ചോദ്യങ്ങളെ കുറിച്ചും ചോദിച്ചു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, ഇതിനുള്ള മറുപടി ഞാൻ നിങ്ങൾക്ക് നാളെ പറഞ്ഞു നൽകുമെന്ന്. പക്ഷേ ആ പറയുന്ന സമയത്ത് ഇൻഷാ അല്ലാഹ് എന്നുള്ള പ്രയോഗം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞില്ല. തുടർന്ന് പിറ്റേ ദിവസമായി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ വഹി കാത്തിരിക്കുകയാണ്. വഹി ലഭിച്ചില്ല. അങ്ങനെ 2 ആഴ്ചക്കാലോളം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് വഹി ലഭിച്ചില്ല എന്നാണ് തഫ്സീറുകളിൽ നിന്ന് നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. പിന്നീട് 14 ദിവസങ്ങൾക്കപ്പുറം ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം സൂറത്തുൽ കഹ്ഫ് അവതരിപ്പിച്ചു കൊടുക്കുകയാണ്. ഈ പറഞ്ഞ 3 ചോദ്യങ്ങൾക്കുമുള്ള മറുപടി അക്കമിട്ട് പറഞ്ഞു കൊടുത്തു. ആ സന്ദർഭത്തിൽ ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറഞ്ഞൊരു കാര്യമുണ്ട്. ശുദ്ധ ഖുർആനിൽ സൂറത്തുൽ കഹ്ഫിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ ഓർമ്മപ്പെടുത്തിയ ഒരു വിഷയം, ഒരു കാര്യം നാം പ്രവർത്തിക്കുമെന്ന് പറയുകയാണെങ്കിൽ അതിനോടൊപ്പം നാം പറയേണ്ട ഒരു കാര്യമാണ് ഇൻഷാ അല്ലാഹ് എന്നുള്ളത്. വിശ്വാസികളായ നമ്മെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രാധാന്യത്തിൽ മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്. ഇതാണ് ഈ സൂറത്തുൽ കഹ്ഫിന്റെ അവതരണ പശ്ചാത്തലം. സൂറത്തുൽ കഹ്ഫിന്റെ പ്രാധാന്യത്തിലേക്ക് നാം കടന്നു വരികയാണെങ്കിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ വലിയ പ്രാധാന്യമാണ് നമുക്ക് പഠിപ്പിച്ചു നൽകിയിട്ടുള്ളത്. നാളെ ഖിയാമത്ത് നാളിൽ സൂറത്തുൽ കഹ്ഫ് പാരായണം ചെയ്ത വ്യക്തിക്ക് പ്രകാശമുണ്ടാകുമെന്ന് അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഹദീസിൽ കാണാം. മൻ ഖറഅ സൂറത്തുൽ കഹ്ഫി കമാ ഉൻസിലത് കാനത് ലഹു നൂറുൻ യൗമൽ ഖിയാമ. സൂറത്തുൽ കഹ്ഫ് എങ്ങനെയാണോ അവതരിക്കപ്പെട്ടത് അതേ രൂപത്തിൽ ഒരു മനുഷ്യൻ പാരായണം ചെയ്യുകയാണെങ്കിൽ നാളെ ഖിയാമത്ത് നാളിൽ അദ്ദേഹത്തിന് പ്രകാശമുണ്ടായിരിക്കുമെന്ന്. അതേപോലെ തന്നെ മറ്റൊരു പ്രാധാന്യം, മറ്റൊരു പ്രതിഫലം ദജ്ജാലിന്റെ ഫിത്നയിൽ നിന്നും സംരക്ഷണം ലഭിക്കുമെന്നുള്ളതാണ്. സകല പ്രവാചകന്മാരും അവരുടെ ഉമ്മത്തിന് മുന്നറിയിപ്പ് നൽകിയ ഒരു ഫിത്നയാണ് ദജ്ജാലിന്റെ ഫിത്ന. ആ ദജ്ജാലിന്റെ ഫിത്നയിൽ നിന്നും സംരക്ഷണം ലഭിക്കുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഹദീസിൽ കാണാം. മൻ ഹഫിള 10 ആയാതിൻ മിൻ അവ്വലി സൂറത്തുൽ കഹ്ഫ് ഉസിമ മിനദ് ദജ്ജാൽ. സൂറത്തുൽ കഹ്ഫിലെ ആദ്യത്തെ 10 ആയത്തുകൾ ഒരാൾ മനഃപ്പാടമാക്കുകയാണെങ്കിൽ അവൻക്ക് ദജ്ജാലിന്റെ ഫിത്നയിൽ നിന്നും സംരക്ഷണം ലഭിക്കുമെന്ന്. സഹോദരങ്ങളെ, നമ്മളിൽ എത്ര പേർ സൂറത്തുൽ കഹ്ഫിലെ ആദ്യത്തെ 10 ആയത്തുകൾ മനഃപ്പാടമാക്കിയിട്ടുണ്ട്? ദജ്ജാലിന്റെ ഫിത്ന എന്നുള്ളത് നിസാരമായിട്ടുള്ളൊരു ഫിത്നയല്ല. അങ്ങേയറ്റം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഹദീസുകളിൽ ആ ഫിത്നയുടെ സമയത്തുണ്ടാകുന്ന പ്രശ്നങ്ങളെക്കുറിച്ചും അതുപോലെ തന്നെ അന്നത്തെ ഒരു അവസ്ഥയെക്കുറിച്ചും നമുക്ക് അറിയിച്ചു നൽകിയിട്ടുണ്ട്. ആ ഫിത്നയിൽ നിന്നും നമുക്ക് സംരക്ഷണം ലഭിക്കുവാൻ, ആ ഫിത്നയിൽ നിന്നും നമുക്കൊരു പ്രൊട്ടക്ഷൻ ലഭിക്കുവാൻ വേണ്ടി അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ നമുക്ക് പഠിപ്പിച്ചു തന്ന ഒരു കാര്യമാണ് സൂറത്തുൽ കഹ്ഫിലെ ആദ്യത്തെ 10 ആയത്ത് മനഃപ്പാടമാക്കുക എന്നുള്ളത്. അതുകൊണ്ട് സഹോദരങ്ങളെ, ആത്മാർത്ഥമായി ആ ഒരു 10 ആയത്തുകൾ നമുക്ക് മനഃപ്പാടമാക്കുവാൻ സാധിക്കേണ്ടതുണ്ട്. സഹോദരങ്ങളെ, ഈ സൂറത്തുൽ കഹ്ഫ് പണ്ഡിതന്മാർ ധാരാളം ഗുണപാഠങ്ങൾ നമുക്ക് പഠിപ്പിച്ചു നൽകിയിട്ടുണ്ട്. നമുക്കറിയാം, ഒരുപാട് ചരിത്രങ്ങളും ഒരുപാട് പാഠങ്ങളും ഉൾക്കൊണ്ടിട്ടുള്ള ഒരു സൂറത്താണ് സൂറത്തുൽ കഹ്ഫ്. അതിലെ പ്രധാനപ്പെട്ട 4 ഗുണപാഠങ്ങളാണ് ഖത്തീബ് നമ്മോട് ഓർമ്മപ്പെടുത്തിയത്. ഒന്നാമത്തെ ഗുണപാഠം യുവത്വത്തിന്റെ പ്രാധാന്യമാണ്. നമുക്കറിയാം, സൂറത്തുൽ കഹ്ഫിൽ ആദ്യമായി കൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് പറഞ്ഞു തരുന്ന ചരിത്രം അസ്ഹാബുൽ കഹ്ഫിന്റെ ചരിത്രമാണ്. ആ അസ്ഹാബുൽ കഹ്ഫിനെ കുറിച്ച് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, ഇന്നഹും ഫിത്യതുൻ ആമനു ബിറബ്ബിഹിം വസിദ്നാഹും ഹുദാ. അവർ തീർച്ചയായും യുവാക്കളായിരുന്നു. അവർ അള്ളാഹുവിൽ വിശ്വസിക്കുകയും അതുപോലെ തന്നെ അവർക്ക് നാം ഹിദായത്ത് വർദ്ധിപ്പിച്ചു കൊടുക്കുകയും ചെയ്തു എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് പഠിപ്പിച്ചു നൽകി. സഹോദരങ്ങളെ, ഈ ഒരു ആയത്തിനെ വിശദീകരിക്കുന്നിടത്ത് മഹാനായ മുഫസ്സിർ ഇബ്നു കസീർ റഹിമഹുല്ലാ അദ്ദേഹം ഈ യുവാക്കളുടെ ചരിത്രം നമുക്ക് പഠിപ്പിച്ചു നൽകുന്നുണ്ട്. ആ നാട്ടിലെ ഏറ്റവും പൗരപ്രമുഖന്മാരായിരുന്ന ആളുകളുടെ മക്കളായിരുന്നു ഈ 7 യുവാക്കൾ. അവിടെ നടന്നിരുന്ന അനാചാരങ്ങളും അതുപോലെ തന്നെ അല്ലാഹു അല്ലാത്തവർക്ക് വേണ്ടി നടക്കുന്ന നേർച്ച വഴിപാടുകളെല്ലാം
അവരുടെ മനസ്സിൽ വലിയ പ്രയാസങ്ങൾ ഉണ്ടാക്കിയിരുന്നു. അള്ളാഹുവിനെ മാത്രം ആരാധിക്കുവാൻ പാടുള്ളൂ, ഒരേ ഒരു റബ്ബിന് മാത്രമേ തങ്ങളുടെ ആരാധന കർമ്മങ്ങൾ നിർവഹിക്കുവാൻ പാടുള്ളൂ എന്നുള്ള ഒരു ഉറച്ച വിശ്വാസം ഉണ്ടായിരുന്ന യുവാക്കളായിരുന്നു ആ ഒരു 7 യുവാക്കൾ, അല്ലെങ്കിൽ അസ്ഹാബുൽ കഹ്ഫിലെ ആ ഒരു യുവാക്കൾ. സഹോദരങ്ങളെ, പിന്നീട് ഈ 7 പേരും ഒന്നിക്കുകയാണ്. വലിയ സുദീർഘമായ ചരിത്രമാണ്. 7 പേരൊന്നിക്കുകയും അവരുടെ മനസ്സിലുള്ള ഏകദൈവ വിശ്വാസം, തൗഹീദ്, അവർ പരസ്പരം സംസാരിക്കുകയും പറയുകയും തുടർന്ന് അതിനുവേണ്ടി ആളുകളെ ക്ഷണിക്കുകയും ചെയ്തു. അതേ തുടർന്ന് കാലഘട്ടത്തിൽ ഉണ്ടാകുന്നത് പോലെ തന്നെ ഒരുപാട് പരീക്ഷണങ്ങളും ബുദ്ധിമുട്ടുകളുമാണ് അസ്ഹാബുൽ കഹ്ഫിലെ യുവാക്കൾ അനുഭവിച്ചത്. ആ 7 പേരും പിന്നീട് ഒരു ഗുഹാമുഖത്ത് പോയി അഭയം പ്രാപിച്ചു. പിന്നീട് ധാരാളം വർഷങ്ങൾ ഗുഹയിൽ അവർ അല്ലാഹു സുബ്ഹാനഹു വ തആല മയക്കിക്കെടുത്തിയ ചരിത്രമെല്ലാം നമുക്കറിയുന്ന ചരിത്രമാണ്. സഹോദരങ്ങളെ, ഈ ഒരു സൂറത്തുൽ കഹ്ഫിൽ നിന്നും നാം ഉൾക്കൊള്ളേണ്ട, നാം മനസ്സിലാക്കേണ്ട പാഠം യുവത്വത്തിന്റെ പ്രാധാന്യം എന്നുള്ളതാണ്. ചരിത്രം നാം പരിശോധിക്കുമ്പോൾ, ഇസ്ലാമിന്റെ തുടക്കകാലം നാം പരിശോധിക്കുമ്പോൾ, ഇസ്ലാമിന് വേണ്ടി വലിയ സേവനങ്ങൾ അനുഷ്ഠിച്ചവരിൽ യുവാക്കൾക്ക് വലിയ പങ്കുണ്ടായിരുന്നു എന്ന് നമുക്ക് കാണുവാൻ സാധിക്കും. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ആദ്യമായി ഇസ്ലാമിന്റെ അംബാസഡറായി മറ്റൊരു രാജ്യത്തിലേക്ക് ഇസ്ലാമിനെ പരിചയപ്പെടുത്തുവാൻ വേണ്ടി പറഞ്ഞയക്കുന്നത് മിസ്അബ് ഇബ്നു ഉമൈർ റളിയല്ലാഹു അൻഹുവിനെയാണ്. അദ്ദേഹം ഒരു യുവാവായിരുന്നു. അതുപോലെ തന്നെ അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അഅലമുൻ നാസി ബിൽ ഹലാലി വൽ ഹറാം, ഹറാമുകളെ കുറിച്ചും ഹലാലുകളെ കുറിച്ചും ഏറ്റവും അറിവുള്ള വ്യക്തി എന്ന് നമ്മെ പരിചയപ്പെടുത്തിയത് മുആദ് ഇബ്നു ജബൽ റളിയല്ലാഹു അൻഹുവിനെയാണ്. അദ്ദേഹം ഒരു യുവാവായിരുന്നു. ഹബ്റു ഹാദിഹിൽ ഉമ്മ, ഈ ഉമ്മത്തിലെ പണ്ഡിതൻ, തർജുമാനുൽ ഖുർആൻ, വിശുദ്ധ ഖുർആനിന്റെ മുഫസ്സിർ എന്നും അതുപോലെ തന്നെ സയ്യിദുൽ മുഫസ്സിരീൻ, മുഫസ്സിരീങ്ങളുടെ നേതാവെന്നും അറിയപ്പെട്ട സ്വഹാബിയാണ് അബ്ദുല്ലാഹി ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു. ഇവരെല്ലാവരും യുവാക്കളായിരുന്നു. ഞാൻ പറഞ്ഞു വരുന്നത് സഹോദരങ്ങളെ, നമ്മുടെ യുവത്വത്തിനെ കൃത്യമായി അള്ളാഹുവിന്റെ മാർഗത്തിൽ വിനിയോഗിക്കുവാൻ നമുക്ക് സാധിക്കണം. അള്ളാഹു സുബ്ഹാനഹു വ തആല ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ നൽകുന്ന ഏറ്റവും ആരോഗ്യപരമായ ഒരു കാലഘട്ടമാണ് യുവത്വ കാലഘട്ടം. ആ യുവത്വ കാലഘട്ടത്തിനെ റബ്ബിന്റെ ദീനിന് വേണ്ടി, ദീനിന്റെ പ്രവർത്തനത്തിന് വേണ്ടി, അള്ളാഹുവിന്റെ ദീന് പഠിക്കുവാൻ വേണ്ടി നമുക്ക് ഉപയോഗപ്പെടുത്തുവാൻ സാധിക്കേണ്ടതുണ്ട്. സഹോദരങ്ങളെ, അത്തരത്തിൽ അള്ളാഹുവിന്റെ ദീനിനെ നമുക്ക് ഈ യുവത്വത്തിനെ അള്ളാഹുവിന്റെ ദീനിന് വേണ്ടി, റബ്ബിന് വേണ്ടി വിനിയോഗിക്കുവാൻ നമുക്ക് സാധിക്കുകയാണെങ്കിൽ വലിയ പ്രതിഫലമായിരിക്കും നാളെ ഖിയാമത്ത് നാളിൽ നമുക്ക് ലഭിക്കുക. 7 വിഭാഗം ആളുകൾക്ക് അർശിന്റെ തണൽ ലഭിക്കുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ നമുക്ക് പഠിപ്പിച്ചു നൽകി. അതിലൊരു വിഭാഗത്തെ കുറിച്ച് അള്ളാഹുവിന്റെ റസൂൽ പറഞ്ഞത് എന്താണ്? ശാബുൻ നശഅ ഫീ ഇബാദത്തില്ലാഹ്, അള്ളാഹുവിന്റെ മാർഗത്തിൽ അല്ലെങ്കിൽ അള്ളാഹുവിനെ ആരാധിക്കുവാൻ വേണ്ടി യുവത്വത്തെ വിനിയോഗിച്ചവനാണ് എന്നുള്ളതാണ്. അതുകൊണ്ട് സഹോദരങ്ങളെ, യുവാക്കളെ, അള്ളാഹുവിന്റെ ദീനിൽ അടിയുറച്ച് നിൽക്കുവാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. രണ്ടാമതായിക്കൊണ്ട് ഈ ഒരു സൂറത്തുൽ കഹ്ഫിൽ നിന്നും നാം ഉൾക്കൊള്ളേണ്ട പാഠം നല്ല കൂട്ടുകാരെ തിരഞ്ഞെടുക്കുക എന്നുള്ളതാണ്. ഏറ്റവും നല്ല കൂട്ടുകാരെ തിരഞ്ഞെടുക്കുക എന്നുള്ളതാണ്. നന്മ പറയുന്ന, നന്മയിലേക്ക് ക്ഷണിക്കുന്ന, ഹലാലുകൾ മാത്രം നിർവഹിക്കുന്ന, ഹറാമുകളിൽ നിന്ന് വിട്ടുനിൽക്കുന്ന ഏറ്റവും നല്ല റബ്ബിനെ പേടിയുള്ള, തഖ്വയുള്ള കൂട്ടുകാരെ നമുക്ക് തിരഞ്ഞെടുക്കുവാൻ സാധിക്കണം. മനുഷ്യന്റെ ഒരു പ്രകൃതമാണ്. ആരുമായി കൊണ്ടാണോ അവൻ കൂട്ടുകൂടുന്നത്, ആ മനുഷ്യൻക്കനുസരിച്ചു കൊണ്ടായിരിക്കും മനുഷ്യന്റെ ജീവിതം പിന്നീട് മുമ്പോട്ട് പോകുക. അതുകൊണ്ടാണ് അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞത്, അൽ മർഉ അലാ ദീനി ഖലീലിഹി, ഒരു മനുഷ്യൻ അവന്റെ കൂട്ടുകാരന്റെ ദീനിലായിരിക്കും. അവന്റെ കൂട്ടുകാരൻ എങ്ങനെയായിരിക്കുമോ അതേ രൂപത്തിലായിരിക്കും ഒരു മനുഷ്യൻ. അതുകൊണ്ട് ഫല്യൻദുർ അഹദുകും മൻ യുഖല്ലിൽ, അതുകൊണ്ട് കൂട്ടുകാരനെ തിരഞ്ഞെടുക്കുമ്പോൾ ഓരോരുത്തരും, ഓരോ മനുഷ്യനും ശ്രദ്ധിച്ചു കൊള്ളട്ടെ എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ നമുക്ക് പഠിപ്പിച്ചു നൽകിയത്. അതുകൊണ്ട് സഹോദരങ്ങളെ, റബ്ബിനെ പേടിയുള്ള, തഖ്വയുള്ള ആളുകളെ കൂട്ടുകാരായി കൊണ്ട് സ്വീകരിക്കുവാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. വിശുദ്ധ ഖുർആനിൽ സൂറത്തുൽ കഹ്ഫിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പോലും പറഞ്ഞത് അള്ളാഹുവിനെ പേടിയുള്ള, റബ്ബിനെ സ്മരിക്കുന്ന ആളുകളുമായി കൊണ്ട് നിങ്ങൾ സമയം ചെലവഴിക്കണം എന്നുള്ളതാണ്. വിശുദ്ധ ഖുർആനിൽ അല്ലാഹു പറഞ്ഞില്ലേ സൂറത്തുൽ കഹ്ഫിൽ, വസ്ബിർ നഫ്സക മഅല്ലദീന യദ്ഊന റബ്ബഹും ബിൽഗദാതി വൽഅശി യുരീദൂന വജ്ഹല്ലാഹ്, പ്രവാചകരെ
അള്ളാഹുവിനെ പ്രാർത്ഥിക്കുന്ന, റബ്ബിന് വേണ്ടി തക്ബീറുകളും തഹ്ലീലുകളും എല്ലാം നിരന്തരമായി കൊണ്ട് പറഞ്ഞുകൊണ്ടിരിക്കുന്ന ആളുകളോടൊപ്പം നിന്റെ നഫ്സിനെ ക്ഷമയോടുകൂടി അവരുമായി കൊണ്ട് സമയം ചെലവഴിക്കണം. വലാ തഅദു ഐനാക അൻഹും തുരീദു സീനത്തൽ ഹയാത്തി ദുനിയ. ദുനിയാവിന്റെ ആർഭാടത്തിലേക്ക് കണ്ണ് നട്ട് ഈ ആളുകളിൽ നിന്നും പ്രവാചകരെ താങ്കൾ തിരിഞ്ഞു കളയരുത് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നുണ്ട്. ഈ ആയത്തിനെ വിശദീകരിക്കുന്നിടത്ത് മഹാനായ ഇബ്നു കസീർ റഹിമഹുള്ള പറയുകയാണ്, അമറ അല്ലാഹു നബിയഹു ബിൽ ഇക്സാരി മിനൽ ജുലൂസി മഅല്ലദീന യദ്കുറൂനല്ലാഹ് വയുഹല്ലിലൂനഹു. ഈ ആയത്തിൽ അല്ലാഹു പറഞ്ഞത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അല്ലാഹു സുബ്ഹാനഹു വ തആല കൽപ്പിക്കുകയാണ്, പ്രവാചകരെ അല്ലാഹുവിനെ ദിക്ർ ചൊല്ലുന്ന, അല്ലാഹുവിനെ ഓർക്കുന്ന, തക്ബീറുകളും തഹ്ലീലുകളും വർദ്ധിപ്പിക്കുന്ന ആളുകളോടൊപ്പമാണ് താങ്കൾ സമയം ചെലവഴിക്കേണ്ടത്, അവരുമായി കൊണ്ടാണ് താങ്കൾ കൂട്ടുകൂടേണ്ടത് എന്നാണ് ഈ ഒരായത്തിന്റെ വിശദീകരണമായി കൊണ്ട് മഹാനായ ഇബ്നു കസീർ റഹിമഹുള്ള നമുക്ക് പഠിപ്പിച്ചു നൽകുന്നത്. അതുകൊണ്ട് സഹോദരങ്ങളെ, ഏറ്റവും നല്ല അള്ളാഹുവിനെ പേടിയുള്ള കൂട്ടുകാരെ നമുക്ക് തിരഞ്ഞെടുക്കുവാൻ സാധിക്കേണ്ടതുണ്ട്. നാളെ ഖിയാമത്ത് നാളിൽ ചില ആളുകൾ കടന്നു വരും, വലിയ നിരാശയിലായിരിക്കും, വലിയ പ്രയാസത്തിലായിരിക്കും. അവർ പറയുന്നൊരു വാക്കുണ്ട്, യാ വൈലത ലൈതനി ലം അത്തഖിദ് ഫുലാനൻ ഖലീല. എന്റെ നാശമേ, ആ ഒരു മനുഷ്യനെ എന്റെ കൂട്ടുകാരനായി ഈ ദുനിയാവിൽ തിരഞ്ഞെടുത്തില്ലായിരുന്നെങ്കിൽ എനിക്ക് എത്ര നന്നായേനെ എന്നുള്ള രൂപത്തിൽ പറയുന്ന ഒരു അവസ്ഥ നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരരുത്. അതുകൊണ്ട് സഹോദരങ്ങളെ, ഏറ്റവും നല്ല വ്യക്തികളെ തിരഞ്ഞെടുക്കുക. മൂന്നാമതായി കൊണ്ട് ഈ ഒരു സൂറത്തിൽ നിന്നും നാം മനസ്സിലാക്കേണ്ട, ഖത്തീബ് നമ്മെ ഉണർത്തിയ പാഠം കിബർ ഉണ്ടാകരുത് എന്നുള്ളതാണ്. ജീവിതത്തിൽ ഒരു നിലക്കും അഹങ്കാരത്തിന്റെ ഉടമകളാകരുത് എന്നുള്ളതാണ്. ഈ സൂറത്തുൽ കഹ്ഫ് നാം പരിശോധിക്കുമ്പോൾ ഇതിന്റെ തുടക്കം മുതൽ അള്ളാഹുവിന്റെ റഹ്മത്തിനെ കുറിച്ചും അള്ളാഹു പലർക്കും നൽകുന്ന, അസ്ഹാബുൽ കഹ്ഫിന് നൽകുന്ന, അതുപോലെ തന്നെ മറ്റുള്ള ആളുകൾക്ക് നൽകുന്ന റബ്ബിന്റെ വിശാലമായ റഹ്മത്തിനെ കുറിച്ചും അള്ളാഹു സുബ്ഹാനഹു വ തആല മുഅ്മിനീങ്ങൾക്ക് നൽകുന്ന പല പ്രതീക്ഷകളെ കുറിച്ചുമെല്ലാം നമുക്ക് ഈ സൂറത്തിൽ നിന്നും വായിച്ചെടുക്കുവാൻ സാധിക്കും. ഒരേ ഒരു ഭാഗത്ത് മാത്രമാണ് റബ്ബിന്റെ ശിക്ഷയെ കുറിച്ച്, അള്ളാഹു സുബ്ഹാനഹു വ തആല ശിക്ഷിച്ച, അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ ഗളബിനെ കുറിച്ച് അള്ളാഹു സുബ്ഹാനഹു വ തആല പറയുന്നത് എവിടെയാണ്? രണ്ട് കൂട്ടുകാരുടെ ചരിത്രം പറയുന്നുണ്ട്. ഒരു കൂട്ടുകാരൻ അള്ളാഹു സുബ്ഹാനഹു വ തആല മനോഹരമായ തോട്ടങ്ങളും ആ തോട്ടങ്ങൾക്ക് ചുറ്റും മനോഹരമായ നദികളും ഈന്തപ്പനകളും മുന്തിരി തോട്ടങ്ങളും നൽകി. മറ്റേ കൂട്ടുകാരനാകട്ടെ അത്ര വലിയ സമ്പന്നനൊന്നുമല്ല. ഈ സമ്പത്തും അതുപോലെ തന്നെ തോട്ടങ്ങളും നൽകിയ ഈ കൂട്ടുകാരൻ റബ്ബിനെ മറന്നു. അഹങ്കാരത്തോടു കൂടി ഇതെല്ലാം എൻ്റെ കഴിവുകൊണ്ട്, എൻ്റെ അധ്വാനം കൊണ്ട് ഞാൻ നേടിയെടുത്തതാണ് എന്നുള്ള രൂപത്തിലായിരുന്നു ആ ഒരു വ്യക്തിയുടെ ജീവിതം. പക്ഷേ റബ്ബിന്റെ ശക്തമായ പരീക്ഷണമാണ് പിന്നീടുണ്ടായത്. സഹോദരങ്ങളെ, അഹങ്കാരത്തിന്റെ അടയാളമാണ്. ഒരു നിലക്കും വിശ്വാസിയുടെ ജീവിതത്തിലേക്ക് കടന്നു വരുവാൻ പാടില്ലാത്തൊരു ദുർഗുണമാണ് അഹങ്കാരം എന്നുള്ളത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞില്ലേ, ലാ യദ്ഖുലുൽ ജന്ന മൻ കാന ഫീ ഖൽബിഹി മിസ്ഖാല ദർറത്തിൻ മിനൽ കിബ്ർ. കിബറിന്റെ ഒരു അണുമണി തൂക്കം കിബർ ആരുടെയെങ്കിലും മനസ്സിലുണ്ടെങ്കിൽ അവൻ സ്വർഗത്തിലേക്ക് പ്രവേശിക്കുകയില്ല എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ. എന്താണ് കിബർ? കിബറിനെ കുറിച്ച് മറ്റൊരിക്കൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, ബത്റുൽ ഹഖി വഗംതുൻ നാസ്. സത്യത്തെ നിരാകരിക്കുകയും സത്യമാണ് എന്ന് മനസ്സിലാക്കിയ കാര്യത്തിനെ തള്ളിക്കളയുക, അത് സ്വീകരിക്കാതിരിക്കുകയും, വഗംതുൻ നാസ്, ജനങ്ങളെ കുറച്ച് കാണിക്കുക. ഞാനാണ് വലിയവൻ, ഞങ്ങളാണ് വലിയവർ, ഞങ്ങൾക്ക് ഈ കാര്യങ്ങളെല്ലാം സാധിക്കുകയുള്ളൂ എന്നുള്ള രൂപത്തിൽ മറ്റുള്ള ആളുകളെ തരം താഴ്ത്തി കാണിക്കുക എന്നുള്ളത്, മറ്റാളുകളെ അടിച്ചമർത്തുക എന്നുള്ളത് കിബറിന്റെ വലിയ ഒരു അടയാളമാണ് എന്നുള്ളത് നാം കൃത്യമായി കൊണ്ട് മനസ്സിലാക്കണം. അതുകൊണ്ട് സഹോദരങ്ങളെ, കിബർ ജീവിതത്തിൽ ഇല്ലാതെ അള്ളാഹു സുബ്ഹാനഹു വ തആലയ്ക്ക് വഴിപ്പെട്ട് വിനയാനീതരായി കൊണ്ട് ജീവിക്കുവാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. അള്ളാഹു സുബ്ഹാനഹു വ തആല അഹങ്കാരത്തിന്റെ വാക്താക്കളെ ഭൂമിയിലേക്ക് താഴ്ത്തിക്കളഞ്ഞ ചരിത്രം നമുക്കറിയാം, ഖാറൂനിന്റെ ചരിത്രം. അങ്ങനെ ആർക്കെല്ലാം കിബർ ഉണ്ടായിട്ടുണ്ടോ, അഹങ്കാരം ഉണ്ടായിട്ടുണ്ടോ, അവരെ അള്ളാഹു നിന്ദ്യരാക്കിയിട്ടുണ്ട്. എന്നാൽ വിനയമുള്ളവരെയോ അള്ളാഹു ഉയർത്തിയിട്ടുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞില്ലേ, വമാ തവാലഅ അഹദുൻ ഇല്ലാ റഫഅഹുല്ലാഹ്. ആരെങ്കിലും വിനയം കാണിക്കുകയാണെങ്കിൽ, ആരെങ്കിലും വിനയത്തോടെ അനുകമ്പയോടെ ആളുകളോട് പെരുമാറുകയാണെങ്കിൽ അള്ളാഹു അവരെ ഉയർത്തുമെന്ന്
റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നാലാമതായി കൊണ്ട് ഖത്തീബ് നമ്മെ ഓർമ്മപ്പെടുത്തിയ ഒരു പാഠം ഇഖ്ലാസ് ഉള്ളവരാകുക എന്നുള്ളതാണ്. ഒരു വിശ്വാസിയുടെ ജീവിതത്തിൽ ഏറ്റവും പ്രധാനമായി ഉണ്ടാകേണ്ട ഒരു ഗുണമാണ് ഇഖ്ലാസ് എന്നുള്ളത്. അള്ളാഹുവിന് കീഴ്പ്പെട്ട് അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ വജ്ഹ് ഉദ്ദേശിച്ചുകൊണ്ട് മാത്രം പ്രവർത്തിക്കുന്നവരാകണം വിശ്വാസികൾ. ആ ഇഖ്ലാസ് എന്ന ഗുണം എന്ന് നമുക്ക് നഷ്ടപ്പെടുന്നുണ്ടോ അന്ന് നമ്മുടെ കർമ്മങ്ങളെല്ലാം നിഷ്ഫലമാകുമെന്നുള്ളത് നാം തിരിച്ചറിയണം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞില്ലേ, ലാ യഖ്ബലുല്ലാഹു മിനൽ അമലി ഇല്ലാ മാ കാന ഖാലിസ. ഖാലിസായ നിഷ്കളങ്കമായ അമലുകൾ മാത്രമേ അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വീകരിക്കുകയുള്ളൂ. ഇഖ്ലാസോടുകൂടി റബ്ബിന്റെ പ്രതിഫലം ആഗ്രഹിച്ചിട്ടാണോ ഞാൻ ഇത് പ്രവർത്തിക്കുന്നത് എങ്കിൽ മാത്രമേ അള്ളാഹു നമ്മിൽ നിന്ന് സ്വീകരിക്കുകയുള്ളൂ. നമ്മൾ പല സ്വതക്കുകളും ചെയ്യുന്നവരാണ്, നമ്മൾ പല രൂപത്തിലുള്ള പ്രവർത്തനങ്ങളും പ്രവർത്തിക്കുന്നവരാണ്. ആ സന്ദർഭത്തിൽ എൻ്റെ സ്വതക്ക, ഞാൻ സ്വതക്ക നൽകുമ്പോൾ ഏറ്റവും നല്ല രൂപത്തിൽ സ്വതക്ക നൽകുന്നവനാണ് എന്നുള്ള ഒരു ചിന്ത നമ്മുടെ മനസ്സിലേക്ക് കടന്നു വരുന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ മറ്റുള്ളവർ ഞാൻ നന്നായി നൽകുന്നവനാണ് എന്നുള്ള ഒരു ചിന്ത നമ്മുടെ മനസ്സിലേക്ക് കടന്നു വരുന്നുണ്ടെങ്കിൽ, സഹോദരങ്ങളെ, നമ്മുടെ ഇഖ്ലാസ് നഷ്ടപ്പെട്ടു. നമ്മുടെ അമലുകൾ അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വീകരിക്കുകയില്ല. എത്രത്തോളം പണ്ഡിതന്മാർ ഇഖ്ലാസിന്റെ പ്രാധാന്യത്തെക്കുറിച്ച് നമുക്ക് പഠിപ്പിച്ചു നൽകി എന്ന് പറഞ്ഞാൽ, അൽ ഇഖ്ലാസു മിനൽ അഅമാലി ബിമൻസിലത്തി റൂഹി മിനൽ ജസദ്. അമലുകളിൽ ഇഖ്ലാസിനുള്ള സ്ഥാനം എന്ന് പറഞ്ഞാൽ ശരീരത്തിൽ റൂഹിനുള്ള സ്ഥാനം പോലെയാണ്. ശരീരത്തിൽ റൂഹില്ലെങ്കിൽ അതിനെ മനുഷ്യനെന്നോ മയ്യത്ത് എന്നാണ് നാം സാധാരണ വിളിക്കാറുള്ളത്. അതേപോലെയാണ് അമലുകളിൽ ഇഖ്ലാസ് ഇല്ലെങ്കിൽ ഒരു പ്രാധാന്യമില്ല, ഒരു കാര്യമില്ല. അതുകൊണ്ട് ഇഖ്ലാസ് ഉള്ളവരാകുക. എന്ത് കർമ്മം നിർവഹിക്കുമ്പോഴും നമുക്ക് അള്ളാഹുവിൻ്റെ വജ്ഹ് ഉദ്ദേശിച്ചുകൊണ്ട് മാത്രമാകണം എന്നുള്ളൊരു ചിന്ത നമ്മിലേക്ക് കടന്നു വരണമെന്ന് ഈ സന്ദർഭത്തിൽ ഓർമ്മപ്പെടുത്തുകയാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല ഈ പാഠങ്ങളെല്ലാം ഉൾക്കൊണ്ട് ജീവിതത്തെ റബ്ബിൻ്റെ മാർഗത്തിൽ നയിക്കുവാനുള്ള തൗഫീഖ് നമുക്ക് ഓരോരുത്തർക്കും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മിൽ നിന്ന് വന്നുപോയ സകല തിന്മകളും പുറത്തു നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മിൽ നിന്നും പ്രയാസം അനുഭവിക്കുന്ന, ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ആളുകൾക്ക് അള്ളാഹു സുബ്ഹാനഹു വ തആല സമാധാനം നൽകി അവരുടെ പ്രയാസങ്ങൾക്കെല്ലാം ഒരു സമാധാനം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. أقول قولي هذا أستغفر الله لي ولكم ولجميع المؤمنين من كل ذنب فاستغفروه إنه هو الغفور الرحيم. السلام عليكم ورحمة الله وبركاته.